ഹോസ്പിറ്റലിൽ കടത്താൻ സമ്മതിക്കാറില്ല. പക്ഷെ ഇന്നൊക്കെ ആധുനിക സംവിധാനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മുന്നിലായതിന്റെ പേരിൽ വിവരമുണ്ട്, പക്ഷെ വിവേകമില്ല എന്ന് നമ്മൾ പറയുന്ന ഒരു സാഹചര്യമാണ്. അത്യാദി വിഷയങ്ങളൊന്നും വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകൾ കുറവായതിന്റെ പേരിലും നമ്മളൊക്കെ അതിന് തലവെച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കാരണം ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, MBBS പാസ്സായ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ച കുറച്ച് തിയറികളും കാര്യങ്ങളും ഉണ്ട്, അതിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെയാണ് അവർ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ആത്മീയമായ ലെവലിലൂടെ പഠിച്ച ഒരാൾക്ക് ഈ മനുഷ്യന്റെ അവസാന നിമിഷങ്ങളാണ് ഇന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും അതുപോലെ തന്നെ മഹത്തുക്കളായ ഇമാമിയങ്ങൾ കാണിച്ചു തന്ന മാർഗങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ ഒരു മനുഷ്യന്റെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകളെ വലിയ നമ്മുടെ കാരണവന്മാരായ ആളുകളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോലെ സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു മൊയ്ത് ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. അദ്ദേഹം ഏകദേശം നമുക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി ഇനി വീട്ടിൽ കൊടുക്കുന്ന ബുദ്ധിമുട്ടണ്ട എന്നുള്ള രീതിയിൽ ആ ഒരു അവസ്ഥയിലെത്തിയാൽ അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം. അള്ളാഹു നമുക്ക് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ കൂട്ടുകുടുംബങ്ങളെ കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയിരിക്കുകയാണ്. നമ്മുടെ വീടിന്റെ കട്ടിലിൽ ഇങ്ങനെ കിടക്കുമ്പോ ആത്മാവിന്റെ ലോകത്ത് നിന്നുകൊണ്ട് മാലാഖമാരെ കാണുന്നുണ്ട് നമ്മള്. അത് മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ ആ രൂപത്തിൽ കാണാം, വിശ്വാസിയായ മനുഷ്യനാണെങ്കിൽ ആ രൂപത്തിൽ കാണാം. ദുനിയാവിന്റെ മുകളിൽ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചവരാണെങ്കിൽ ആ നിലയിലാണ് മലായികത്തിനെ ദർശിക്കുക. അതെല്ലാം മറ്റൊരു രൂപത്തിലാണെങ്കിൽ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അറിയുമോ? നമുക്ക് കിടക്കാൻ കഴിയൂല, നമുക്ക് അസ്വസ്ഥതയുണ്ടാകുന്ന ഒരു സമയം വരാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, എന്റെ സത്യം ശ്രമിക്കുന്ന മുസ്ലിമേ, നമ്മൾ ചിന്തിക്കണം. നമ്മുടെ അടുത്തേക്ക് ഒരു മലായികത്തിന്റെ സംഘം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഓർമ്മ മാലാഖമാരിലേക്ക് കടന്നു വരുന്നു. അസ്രായീലിനോട് പറയുകയാണ്, ലക്ഷദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്ത് ചുറ്റിലാട്ട് ദ്വീപിലെ ഇന്നാലിന്റെ വീട്ടില് ഇന്നാലിന്നവരുടെ മകന്റെ ആത്മാവിനെ പിടിക്കാൻ സമയമായിട്ടുണ്ട് അസ്രായീല് എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട് ലക്ഷ്യം വെച്ചുകൊണ്ട് സംഭവം വരികയാണ്. അപ്പോഴാണ് നമ്മുടെ വീടിന്റെ ബെഡ്റൂമിൽ ഇങ്ങനെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളോടൊപ്പം കിടക്കുന്നത്. നമുക്കൊരു ഓർമ്മയുമില്ല. വാപ്പാനെ മോളെ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിയ ഭർത്താവിനെ ഇടക്കിടക്ക് വന്നുകൊണ്ട് പേര് സന്ദർശിക്കുന്നുണ്ട്. മറ്റു കൂട്ടുകുടുംബങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നോക്കുമ്പോ വാപ്പാക്ക് ഒരു വരി മാത്രമാണ്. ശ്വാസം ഇങ്ങനെ പ്രയാസത്തോടുകൂടി എടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ആ ടൈമിലാണ് മലക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് എന്തെല്ലാമാണ് നമ്മൾ കാണുക. ഇബ്ലീസിന്റെ കയ്യിൽ നല്ല തണുത്ത പാനീയമുണ്ട്. നമ്മളാണെങ്കിലോ ദാഹിച്ചു വരഞ്ഞ അവസരമായി കിടക്കുകയാണ്. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ആരോഗ്യം -ഡിഗ്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിരോധ ശേഷി സർവ്വതും നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ടൈമിൽ ശക്തമായ ദാഹത്തിന് ഒപ്പം തരക്കുമേലെ ഇരുന്നുകൊണ്ട്
മക്കളൊരു സ്കൂളിലൂടെ സംസം വെള്ളം തരികയാണ്. മക്കളിൽ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്റെ ഉപ്പയുടെ അന്ത്യം അടുത്തിരിക്കുന്നു, എന്റെ ഉമ്മയുടെ അന്ത്യം അടുത്തിരിക്കുകയാണ്. അവരതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നു. അതിനിടയിലാണ് പിഴപ്പിക്കുന്ന ഇബ്ലീസ് എന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ശർറായ കാര്യങ്ങളിലൂടെ നമ്മെ കൊണ്ടുപോകുന്നത്. അല്ലാ ഞങ്ങളുടെ ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ. പടച്ചറബേ, ആത്മഹത്യ നന്നായി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം നാഥാ. നമ്മൾ ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നടക്കുന്ന നമ്മുടെ വീടിന്റെ അകത്തടങ്ങളിൽ നടക്കുന്ന സർവമാന കാര്യങ്ങളും നമ്മൾ നമ്മുടെ കട്ടിലിൽ കിടന്നുകൊണ്ട് അറിയുന്നുണ്ട്. സർവമാന ചലനവും വിസ്തരവും അനക്കവും അടക്കവും സർവ്വതും നമ്മൾ അറിയുമ്പോഴാണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അപ്പുറത്തിലൂടെ വരുന്നതും ഈമാൻ പിഴപ്പിക്കാൻ സർവ്വതും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. തെറ്റിപ്പോകരുത്, നമ്മളെ പതറരുത്. അവിടെയാണ് വദീങ്ങളുടെ കാവൽ നമുക്ക് വേണ്ടത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വദീങ്ങളുടെ നേതാവ്. കേട്ടൽ മുത്ത് റസൂലുള്ളാഹ്. ആ നബിയെ കണ്ട് മരിക്കണം, സ്വർഗം കണ്ട് മരിക്കണം, പുഞ്ചിരിച്ച് മരിക്കണം, നല്ല ദിവസത്തിൽ മരിക്കണം, നല്ല സമയത്തിൽ മരിക്കണം, നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ട് മരിക്കണം, നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഇരുന്ന് മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തള്ളവരിലൂടെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ ആത്മാവിനെ ഇങ്ങനെ എടുക്കുമ്പോ നമ്മുടെ ആത്മാവിനെ ഊരി എടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഈ രംഗം പറയുന്നുണ്ട്. ആ സമയത്തിലാണ് കണക്കാലികളെ നമ്മൾ ഇങ്ങനെ കൂട്ടി വളരുന്നുണ്ട്. സക്കറാത്തുൽ മൗത്തിന്റെ വേദനയാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അവിടെ വിഷമിച്ചില്ലേ സക്കറാത്തിന്റെ വേദന. ഇന്നലിൽ മൗത്തി സക്കറാത്ത്. ആയിഷ, ഫാത്തിമ, സക്കറാത്തുൽ മൗത്തിന് വല്ലാത്ത വേദനയാണ്. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അവസരം നേരിടേണ്ടവരാണ്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. അല്ലാ, നമ്മുടെ ശരീരത്തിൽ ഒരു ആണിയും തറച്ചു കഴിഞ്ഞാൽ എന്ത് വേദനയുണ്ട് നമ്മൾ പറയുന്നുണ്ട്. 1000-അല്ല, 100,000-അല്ല, 1 കോടിയല്ല, അത്രമേൽ ആണികൾ തറച്ചുകൊണ്ടുള്ള വേദനയോട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ ആത്മാവിനെ ഇങ്ങനെ തള്ളവരിൽ നിന്ന് പിടിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, വേദന കൊണ്ട് ഇളകണമെന്നുണ്ട്, പക്ഷേ ശരീരത്തിന് ആവതില്ല. നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും മരണത്തിന്റെ ടൈമിൽ ഒരു മനുഷ്യൻ ഒപ്പാടപ്പെടുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. അനങ്ങാൻ കഴിയാത്ത വിധം നമ്മുടെ ആരോഗ്യം അത്രമേൽ ക്ഷയിച്ചു പോയിട്ടുണ്ട്. ചിന്തിക്കേണ്ട വിഷയത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ പ്രിയപ്പെട്ടവരെ നമ്മൾ നേരിടേണ്ട ഒരു മുഖത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റേജിൽ നിന്ന് നമ്മൾ ഇറങ്ങുമോ ഒരു ഗ്യാരണ്ടിയുമില്ല. വയൽ സമാപിക്കുമോ ഒരു ഗ്യാരണ്ടിയുമില്ല. ഇരുന്ന കസേരയിൽ നിന്ന് എണീക്കാൻ നമുക്ക് സാധിക്കുമോ ഒരു ഗ്യാരണ്ടിയും നമുക്കില്ല. ഇതിനിടയിൽ ഈ നമ്മളിപ്പോ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ നേരിടേണ്ടവരാണ്. അല്ലാഹു ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അവസാനം നമ്മുടെ ആത്മാവ് കണ്ണുകളിലൂടെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊരിയെടുക്കുകയാണ്. എന്നിട്ട് ആ നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോയി നല്ല മനുഷ്യരാണെങ്കിൽ എന്ന് പറയുന്ന സുഖലോക സ്വർഗത്തിന്റെ ഒരു ചെറുവിലെ
പോകുന്നതിനനുസരിച്ച് ജീവിച്ചവരാണെങ്കിൽ അവന്റെ ആത്മാവിനെ കൊണ്ടുപോയി വെക്കുക. പ്രിയപ്പെട്ടവരെ, ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകലോടെ നമ്മൾ ഒരു ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് യാത്ര തുടങ്ങുകയാണ്. ഇനിയാണ് ജീവിതം, ഇനിയാണ് ഇവിടെ അങ്ങോട്ട് അനന്തമായ ജീവിതം. മരണമില്ല, ജീവിതവുമില്ലാത്ത അവസ്ഥ ഉണ്ടാവരുതേ. ഇനിയുള്ള ജീവിതം ജീവിതത്തോടെ ജീവനോടെ മുന്നോട്ട് പോകണം. ആത്മാവ് നമ്മിൽ നിന്ന് ഉരിയെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നെന്നും ശേഷിക്കുന്ന ആഖിറമായ ഭവനത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ആഖിറത്തിന്റെ ഭവനത്തിൽ ഒന്നാമത്തത് ഖബറാണ്. ജനിച്ചപ്പോൾ നിന്നെ സന്തോഷിച്ചുകൊണ്ട് നമ്മളെയൊക്കെ നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ സന്തോഷിച്ചുകൊണ്ട് നമ്മെ കുളിപ്പിച്ചതാണ്. അന്ന് നമ്മൾ കുളിപ്പിക്കുമ്പോ പൊട്ടിക്കരഞ്ഞവരാണ് നമ്മുടെ ഉമ്മ, നമ്മുടെ പ്രിയ പിതാവ്, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാര്, ബന്ധുമിത്രാദികളെ മിഠായി വിതരണം ചെയ്തുകൊണ്ട് അന്ന് ചിരിച്ചവരാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. നേരെ തിരിച്ചായിരിക്കും. അങ്ങനെ ആവാനാണ് സാധ്യത. അങ്ങനെ നമ്മളാവണം. കരഞ്ഞ നമ്മൾ ചിരിക്കേണ്ടതാണ്. കൂടെയുള്ളവർ കരയുന്നതാണ്. എന്റെ ഉമ്മ ലോകത്തിൽ നിന്ന് പോവുകയാണല്ലോ, എന്റെ ഉമ്മ ലോകത്തിൽ നിന്ന് പോവുകയാണല്ലോ. അവിടെയും അല്ലാതെ മറക്കുന്ന കരച്ചിൽ വേണ്ട. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഖൈറും ശർറുമായ കാര്യങ്ങൾ അല്ലാഹുവിൽ നിന്നാണെന്ന് ഉറച്ച ബോധത്തോടു കൂടിയുള്ള സ്വബറാണ് നമുക്ക് വേണ്ടതെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ആത്മാവ് പോയി, ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞു. ഇപ്പൊ നമ്മൾ നമ്മുടെ 4 ചുവരുകളുള്ള നമ്മുടെ റൂമിന്റെ ബെഡ്റൂമിന്റെ കട്ടിലിന്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ കിടക്കുന്നു. നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ വന്നുകൊണ്ട് നമ്മൾ ധരിച്ചിരുന്ന ഡ്രസ്സെല്ലാം മാറ്റുകയാണ്. കഴിഞ്ഞ മണിക്കൂറിൽ സ്വന്തമായി ഡ്രസ് ധരിച്ചവരാണ്. കഴിഞ്ഞ മണിക്കൂറിൽ സ്വന്തമായി കുളിച്ചവരാണ്. കഴിഞ്ഞ സെക്കൻഡിൽ സ്വന്തമായി ഭക്ഷണം കഴിച്ചവരാണ്. കഴിഞ്ഞ സെക്കൻഡിൽ സ്വന്തമായി പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്തവരാണ്. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് സാധ്യമല്ല. നമ്മളിങ്ങനെ നിശ്ചലമായി കടക്കുമ്പോ കുറച്ച് ചർച്ചകളാണ്. മയ്യത്തെടുക്കേണ്ട ടൈം എപ്പോഴാണ്? മയ്യത്തെടുക്കേണ്ട ടൈം ഫിക്സ് ചെയ്യണം. കൂട്ടുകുടുംബങ്ങളെ അറിയിക്കണം. ഒരുപാട് ആളുകൾ വാട്സപ്പിലൂടെ മരണവിവരം ഷെയർ ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട്, ഫോട്ടോ സഹിതം സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട്. ഇന്നയാളാണ്, നമ്മുടെ നാടിന് വേണ്ടി ഒരുപാട് പ്രവർത്തനം ചെയ്തവരാണ്. പ്രതിയുള്ള ഒരു മാസം വരുമ്പോ പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് കർമ്മത്തിന് പ്രത്യേകമായ ശ്രദ്ധ കൊടുത്തയാളാ. നമ്മളെ കുറിച്ച് മധുഹ് പറയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, മധുഹ് പറയണം. നമ്മൾ മരണപ്പെട്ടവരെ കുറിച്ച് നന്മ പറയണം. ഈ നന്മ പറയാനില്ലെങ്കിൽ മിണ്ടാതിരിക്കണേ. നിങ്ങൾ മരണപ്പെട്ട ആളുകളെ നിങ്ങൾ സ്മരിക്കണം, നന്മ പറഞ്ഞുകൊണ്ട് സ്മരിക്കണം. നമ്മൾ ആ വിധത്തിൽ ജീവിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പുറത്തുങ്ങനെ ചർച്ചകൾ നടന്നു നടക്കാം. വയ്യത്തെപ്പോഴോ പുറത്തുനിന്ന് ആള് വരാണ്ട്. നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ മറ്റിടങ്ങളിലുണ്ട്. അവരൊക്കെ വിളിച്ചറിയിക്കണം. ദൂരെയുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് അറിയിക്കണം. ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നു, നമ്മൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. അടുത്ത അയൽപ്പക്കാരൊക്കെ വന്നിട്ടുണ്ട്. സംഭവിച്ച സംഭവങ്ങളൊക്കെ അറിഞ്ഞു.
പിന്നെ വെള്ള പുതച്ചുകൊണ്ട് നമ്മുടെ വീടിന്റെ വരാന്തയിലോ അല്ലെങ്കിൽ സിറ്റൗട്ടിലോ ഡൈനിങ് ഹാളിലോ ഒരു ഒറ്റപ്പടി പലകയിൽ നമ്മെ നീണ്ടു നിർത്തി ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. മുഖത്ത് കഫംപുടവ പോലെയുള്ള ഒരു പുതപ്പിട്ട് വെള്ളപ്പുതപ്പ് കൊണ്ട് പുതച്ച് മൂടിയിട്ടുണ്ട്. തലഭാഗത്ത് പേരക്കുട്ടിയോ അതല്ലെങ്കിൽ മക്കളോ ഇരുന്ന് വരുന്നവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള സൗകര്യമായി എന്നോണം ഒരു കസേരയിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ വരുമ്പോ നമ്മുടെ മുഖം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. കഫംപുടവ മാറ്റി കൊടുക്കുന്നു. നമ്മൾ ആ മുഖത്ത് നോക്കി. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം. എത്രയെത്ര മയ്യത്തിന്റെ മുഖങ്ങൾ കണ്ടവരാണ് നമ്മൾ. എത്രയെത്ര മയ്യത്തിനെ ഖബറിലേക്ക് വെച്ചവരാണ് നമ്മൾ. ആ വെക്കുന്ന ടൈമിലല്ലാതെ അത് കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹുവിനെയോ അവന്റെ ഹബീബിനെയോ കുറിച്ചുള്ള ചിന്തയുണ്ടാകണം. അങ്ങനെ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? നമ്മളിങ്ങനെ സിറ്റൗട്ടിൽ കിടക്കുമ്പോ ഓരോരുത്തരും വന്നുകൊണ്ട് നമ്മുടെ മുഖം അങ്ങനെ കാണുകയാണ്. പിന്നെ അതാ പന്തലിട്ട മുറ്റത്തേക്ക് പോയിട്ടുണ്ട്. കഴിയുന്നവരൊക്കെ ഫാത്തിമയോട് യാസീനോട് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാത്തവർ ദുന്യവിയായ സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവന്റെ നാളത്തെ ബിസിനസിനെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ മറ്റു ദുന്യവിയായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും. ബന്ധുമിത്രാദികൾ മയ്യത്ത് ഖബറടക്കവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നുണ്ടാവും. പള്ളിയിലെ ഖബർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. പറ്റാവുന്ന ആളുകളെ വിടുകയാണ്. എവിടെയാണ് ഉപ്പാന്റെ ഖബർ കുഴിക്കേണ്ടത്, എവിടെയാണ് ഉമ്മാന്റെ ഖബർ കുഴിക്കേണ്ടത് എന്ന ചിന്തയിൽ കൂട്ടുകുടുംബങ്ങളിൽ പെട്ട ആളുകളുണ്ടാകും. എല്ലാം അതിന്റെ മുറ പോലെ സമയബന്ധിതമായി നടക്കും. അപ്പോഴും നമ്മൾ കിടപ്പ് തന്നെ പറഞ്ഞുവല്ലോ. ആദ്യമായി നമ്മളെ കുളിപ്പിച്ചു, ഇനി അവസാനമായി നമ്മളെ കുളിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ മരിച്ചാൽ എന്നെ ആര് കുളിപ്പിക്കുമെന്നാണ് എനിക്ക് ബോധ്യമുള്ളത്. ഒരു ബോധ്യവും ഇല്ല. ഇരിക്കുന്ന ആളുകളെന്നെ കുളിപ്പിക്കുമോ എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. ഇനക്കെന്നെ കുളിപ്പിക്കാനുള്ള ആള് ഈ ദുനിയാവിലേക്ക് ജന്മമെടുത്തിട്ടുണ്ടോ എന്നും പറയാൻ സാധ്യമല്ല. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഒന്നിങ്ങനെ കൊണ്ടുവരിക. നമ്മളിങ്ങനെ കടക്കുമ്പോൾ കബർ കുളിക്കുന്ന കാര്യത്തിൽ സജീവമായ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് കബറയായി എന്ന് പറയുമ്പോ ഉസ്താദിനെ വിളിച്ചു വരുത്തുന്നു. ഉസ്താദ് നമ്മുടെ വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ മയ്യത്ത് വന്ന് കണ്ട് എല്ലാവരും ചിന്തിച്ചവരി കിടക്കുന്ന എല്ലാവരോടും ഇങ്ങോട്ട് അടുത്തേക്ക് നിൽക്കാൻ പറഞ്ഞുകൊണ്ട് അൽഫാത്തിഹ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുകയാണ്. എന്തിന് പ്രിയപ്പെട്ടവരെ? എന്തിനാണ് ഫാത്തിഹ ഓതുന്നത്? അതാ പോവുകയാണ്. പദം വിധിച്ചും മാറിട്ട് ചൊങ്കിൽ നടക്കുന്ന സുജത്തെ നാം കൊണ്ട് നാട്ടിലെ കടന്നാരിയുണ്ടോ നാളെ കിടക്കുന്ന കടന്ന ഭയങ്കര വീട്ടിലെ കടന്ന ഭയങ്കര വീട്ടിലെ. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഉസ്താദ് വന്ന് ഫാത്തിഹ ഓതി യാസീൻ ഓതുകയാണ്. യാസീനിന്റെ അവസാന സൂറത്തിലെ അവസാന ആയത്തും കഴിഞ്ഞു. ഇഖ്ലാസ് മുഅവ്വിദത്തൈനിലേക്ക് കടക്കുകയാണ്. പിന്നെ ഉസ്താദ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? ഉസ്താദിന്റെ ദുആ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകുടുംബങ്ങളുടെ കരച്ചിലും സങ്കടങ്ങളും നൊമ്പരങ്ങളും നമ്മൾ കേൾക്കുകയാണ്.
നമ്മുടെ ജനാസ എടുത്ത് സ്ട്രക്ചറിലേക്ക് വെക്കുകയാണ്. എന്നിട്ടതാ പ്രിയപ്പെട്ടവരെ മയ്യത്ത് കെട്ടിലേക്ക് എടുത്ത് വെക്കും. ഇത് ഏതെങ്കിലും കെട്ടുകയാണോ? ഏതെങ്കിലും ഒരു വാറോലയാണോ? എന്റെയും നിങ്ങളുടെയും അനുഭവത്തിൽ വരാനിരിക്കുന്നതാണ്. കാത്തിരിക്കുന്നു മരണം, കാത്തിരിക്കുകയാണ് ഖബർ. ഈമാൻ സലാമത്തായി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകണേ അല്ലാഹ്. എല്ലാം കഴിഞ്ഞു. അതാ സ്ട്രക്ചർ എടുത്തുകൊണ്ട് നമ്മുടെ കുടുംബമായി മയ്യത്ത് കെട്ടിലേക്ക് വെക്കുകയാണ്. കഫങ്ങളുടെയെല്ലാം മുറുക്കി കെട്ടിയിട്ടുണ്ട്. 3 കെട്ടുകൾ ഭദ്രമായി കെട്ടിയിട്ടുണ്ട്. മയ്യത്ത് കട്ടിലേക്ക് വെച്ചുകൊണ്ട് നമ്മുടെ മയ്യത്ത് കട്ടിലിന്റെ മുൻ സൈഡിലും അതുപോലെ പിൻ സൈഡിലും ആളുകൾ പൊക്കി പിടിച്ചുകൊണ്ട് അതാ പള്ളിയിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിന്റെ അകമ്പടിയോടെ കൊണ്ടുപോവുകയാണ്. ഇത്രകാലം പള്ളിയിലേക്ക് വരാത്തവരാണെങ്കിലും ബാങ്ക് കേൾക്കുമ്പോ അങ്ങാടിയിലിരുന്ന് ബാങ്കിന്റെ ഇജാബത്ത് പോലും കൊടുക്കാൻ കഴിയാത്ത ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളും ചൊല്ലും പള്ളിയുടെ മിഹ്റാബിന്റെ മുന്നിലേക്ക്. ആ മിഹ്റാബിന്റെ മുന്നിൽ കൊണ്ടുപോയി മയ്യത്ത് കട്ടിൽ വരങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് ഉസ്താദ് പറയും ജനാസ നമസ്കരിക്കാൻ പോവുകയാണ്. എല്ലാവരും പെട്ടെന്ന് വുളൂ ചെയ്ത് കയറണം. എത്രയും പെട്ടെന്ന് വുളൂ ചെയ്ത് കയറണം നിങ്ങള്. കാരണം ഞങ്ങൾക്ക് തിരക്കുണ്ട്. ഈ തിരക്കില്ലാത്ത ലോകത്തേക്ക് മാറിയിരിക്കുകയാണ്. തിരക്കില്ലാത്ത ഒരു ലോകത്തേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് വുളൂ ചെയ്ത് കയറി അവസാനയാളും വുളൂ ചെയ്ത് കയറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്? നമസ്കാരം അവിടെ നടക്കുന്നു. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഖബറെല്ലാം വൃത്തിയായെന്ന് ചോദിക്കുമ്പോ, ഖബറൊക്കെ റെഡിയാണെന്ന് പറയുമ്പോ വീണ്ടും ആ സ്ട്രക്ചറിൽ നിന്ന് നമ്മെ എടുക്കുകയാണ്. ഖബറിന്റെ അടുത്ത് വന്ന് ആ മയ്യത്ത് സ്ട്രക്ചറിൽ നിന്ന് എടുത്തുകൊണ്ട് ഖബറ് കുളിക്കുന്ന ആളുകളിലേക്ക് നമ്മുടെ ബോഡി അങ്ങ് ചേഞ്ച് ചെയ്യുകയാണ്. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ മയ്യത്ത് അവരുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുമ്പോ ദുനിയാവിന്റെ മുകളിൽ നിന്ന് നമ്മൾ പറയുകയാണ്, നമ്മുടെ 2 പാർശ്വഭാഗങ്ങളും ഈ കബറിലേക്ക് മണ്ണിലേക്ക് ഉരുതി ഒരു തോർത്തുമുണ്ടിന്റെ സഹായത്തോടുകൂടി തലയുടെ ഭാഗത്തും കാടിന്റെ ഭാഗത്തും പിടിച്ചുകൊണ്ട് ആഘാതകരമാകുന്ന ഖബറിലേക്ക് നമ്മളെ വെക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് പ്രിയപ്പെട്ട പെങ്ങളെ. അത് ആലോചിച്ചാൽ എങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിനെ ധിക്കരിക്കുക? അതിനെ കുറിച്ച് ആലോചിച്ചാൽ എങ്ങനെയാണ് നമ്മളൊരു ഹറാമ് ചെയ്യുക? പറഞ്ഞു വരട്ടെ, ആകമാന ഗർഭത്തിലേക്ക് നമ്മുടെ മയ്യത്തിനെ ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. പിന്നെ എന്തെല്ലാമാണ് നടക്കുന്നത്? അവിടെ നടക്കുന്നു, മോടുകല്ല് വെക്കുന്നു. ദുനിയാവിൽ നിന്ന് പരിപൂർണമായ ഒരു മറയോടുകൂടി ബർസഖിന്റെ ലോകത്തിലേക്ക് ഖബറിലേക്ക് യാത്ര തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മൂടുകല്ല് ഓരോന്നോരോന്നായി വെച്ച് അവസാനം മൂടുകല്ല് വെക്കുമ്പോ ആ ഖബറിലെ അവസ്ഥ എന്താണ്? രാത്രി ഉറങ്ങി എണീക്കുമ്പോ ഒരു ഇരുട്ടിലും മഴ എണീക്കുമ്പോ ഒരു നുറുങ്ങ് വെട്ടലില്ല എങ്കിൽ ഭാര്യയെ വിളിച്ച് ലൈറ്റിടാൻ പറയുമ്പോ അതാ സ്വിച്ച് ഓണാക്കുമ്പോ പ്രകാശം ഉരിതമാവുകയാണ്. ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ ഇന്നലെ വരെ നമ്മളെ കൂടെ കടന്ന ഭാര്യയില്ല. എത്ര സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിലും എത്ര സ്നേഹിക്കുന്ന മക്കളാണെങ്കിലും എന്റെ ഉപ്പാന്റെ കൂടെ ഞാൻ പോവുകയാണ്, എന്റെ പ്രിയതമന്റെ കൂടെ ഞാൻ പോവുകയാണെന്ന് പറയില്ല. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം. പിന്നെ അവിടെ ആരോട് കൂടെയുള്ളത്? അഴമാലു സ്വാലിഹാത്ത്.
പരിശുദ്ധമായ ഖുർആൻ യഥാവിധം ഓതാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഒരു പേജ് ഖുർആൻ നമ്മൾ ഓതണം. ആ ഖുർആനാണ് നാളെ പാരത്രിക ലോകത്ത് ഖബറിൽ പ്രത്യേകിച്ച് നമുക്ക് തുണയായി ഉണ്ടാവുക എന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി. അത് ചടഞ്ഞിരുന്ന് ഓതാൻ നമുക്ക് സമയമില്ല എങ്കിൽ ഫാത്തിഹ അധികരിപ്പിക്കുക, ഇഖ്ലാസ് അധികരിപ്പിക്കുക, മുഅവ്വിദത്തൈൻ അധികരിപ്പിക്കുക, അറിയാവുന്ന സൂറത്ത് എപ്പോഴും നമ്മൾ കൊണ്ടുവരിക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അവസാന മൂടുകളിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഖബറിന്റെ അവസ്ഥ എന്താണ്? നമ്മൾ എന്നേക്കുമായി മാറാ ലോകത്തേക്ക്, ഒരു മറഞ്ഞ ലോകത്തേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഖബറിൽ നമ്മളിങ്ങനെ ചെല്ലുന്ന അവസ്ഥയും ആ മൂടുകളിൽ വെച്ചുകൊണ്ട് പിന്നെ നമ്മുടെ ബന്ധുമിത്രാദികൾ അവർക്ക് കഴിയുന്ന ഒരു സമ്മാനമായി മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് 3 പിടി മണ്ണ് വാരി നമ്മുടെ മുകളിലേക്ക് ഇട്ട് അവർ തൽഖീറും തസ്ബീത്തും കഴിഞ്ഞാൽ തിരിച്ച് അവർ പോകുന്നു. പിന്നെ ഖബറിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. ആ ഖബർ ദിവസവും നമ്മളോട് സംസാരിക്കുന്നു എന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി. അന ബൈത്തുൽ ദൂദ്, അന ബൈത്തുൽ റഹ്ശ, അന ബൈത്തുൽ ഗുർബ ഔ കമാ ഖാല റസൂലുള്ളാഹി. ഞാൻ പുഴുക്കളുടെ വീടാണ്, ഞാൻ ഏകാന്തതയുടെ വീടാണ്, ഞാൻ ഏകാന്തതയുടെ ആരാരുമില്ലാത്ത പുരാതനത്തിന്റെ വീടാണെന്ന് ഓരോ ഖബറും നമ്മളോട് സംസാരിക്കുന്നു ഓരോ ദിവസവും എന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉച്ചവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ, അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്ന ഉലകത്തിൽ താണിയീരാരെന്ന്, ഉലകത്തിൽ താണിയീരാരെന്ന്. അവസാനം ഖബറിൽ നമ്മളെ കൊണ്ടുപോയി വെച്ച് എല്ലാവരും പിടിമണ്ണ് വാരി എറിഞ്ഞ് തിരിച്ചു പോരുന്ന രംഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, എല്ലാവരും അവിടെ നിന്ന് തിരിച്ചു വരുകയാണ്. അവസാനത്തെ ദുആയും കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് തിരിക്കുകയാണ്. പിന്നെ ഒരു 2-3 ദിവസം മാത്രമാണ് ഓരോരുത്തരുടെ വൃത്തടങ്ങളിലും നമ്മളുണ്ടാവുക. അത് കഴിഞ്ഞാൽ മറന്നുപോയേ. ആ മറവ് മനുഷ്യനെ അനുഗ്രഹമായാണ് പഠിപ്പിക്കുന്നത്. അത്